ഇന്നത്തെ നമ്മുടെ പ്രമേഹ കഥകൾ അല്ലെങ്കിൽ ഡയബറ്റിസ് സ്റ്റോറീസിലെ നായിക ഒരു 5 വർഷത്തിലേറെയായിട്ട് എന്നെ ഡയബറ്റീസിന് കാണിക്കുന്നൊരു പേഷ്യൻ്റ്. ഒരു 65 ഇയേഴ്സ് ഉണ്ട് ഇപ്പോൾ പ്രായം. നല്ല ഉയർന്ന വിദ്യാഭ്യാസം, സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ആൻറ്റിയാണ്. നല്ല പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലുള്ള രോഗികളെ നമുക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്താൽ മതി. അവർ പോകേണ്ട വഴി കൂടെ അവർ തന്നെ പോകും. പ്രമേഹം കണ്ടുപിടിച്ചപ്പോൾ തൊട്ട് തന്നെ സ്ഥിരമായി കാണിക്കുന്നുണ്ട്, മരുന്നുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ കാലക്രമേണ ഷുഗറിൻ്റെ കൺട്രോൾ ഇച്ചിരി മോശമായപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിയും വന്നു. പക്ഷേ അതും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൃത്യമായി എങ്ങനെയാണ് മരുന്ന് എടുക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് കൊടുത്തു. അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല കൺട്രോളിലാണ്, കറക്റ്റായിട്ട് വരും, എല്ലാം ചെയ്യും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അതിൻ്റെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കും, അത് നോക്കുന്നുണ്ട്. വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും പെട്ടെന്ന് കാണുന്നില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് നമ്മുടെ സിസ്റ്റർ നമ്മുടെ ഡയബറ്റീസിൻ്റെ ഈ കോൾ ബാക്ക് വെക്കുന്ന ഫോണിൽ നോക്കിയിട്ട് മെസ്സേജ് കണ്ടിട്ട് എന്ന് പറഞ്ഞു, ഇന്ന ആളുടെ മെസ്സേജുണ്ട്, മോളെ അറിയിച്ച് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അമ്മയുടെ ഷുഗർ ഭയങ്കരമായിട്ട് താന്നു പോകുന്നു. വൈകുന്നേരങ്ങളിലൊന്നോ രാത്രിയിലൊന്നും ഇല്ലാതെ എല്ലാം 70-ൽ താഴെയൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ വരേണ്ട ഒരു കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മരുന്നെടുക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിച്ചു. അതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് പതുക്കെ ഒന്ന് കുറച്ചു. അത് കുറച്ചെന്ന് പറഞ്ഞിട്ടും പിന്നെ അങ്ങനെ വരുന്നു. അപ്പം അവർ ഇവിടെ സ്ഥലത്തില്ല, വന്നാൽ ഉടനെ വന്ന് കാണിക്കാനും പറഞ്ഞു. എന്നാലും തീരെ അങ്ങനെ ഭയങ്കരമായിട്ട് താഴ്ന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ഗ്ലൂക്കോസ് വല്ലതും എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് കാണാൻ വന്നു, ചോദിച്ചു. വേറെ അസുഖങ്ങളില്ല, വേറെ മരുന്നില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമെന്ന് വേറെ അസുഖത്തിൻ്റെ 2-3 ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാലും ഞാൻ ചോദിച്ചു എന്തായിരിക്കും അങ്ങനെ കാര്യം. അപ്പോൾ ആകെ എടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഞാൻ അത് വരാൻ തുടങ്ങിയത്, ഞാനൊരു യാത്ര പോയി വന്നപ്പോൾ എൻ്റെ എടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ്റെ പേന അവിടെ വെച്ച് മറന്നുപോയി ഡോക്ടറെ. അപ്പം മോൾ അത് തിരിച്ച് കൊണ്ടുവരുന്നിടം വരെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കാട്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഞാൻ മരുന്നെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ പെന്നില്ലാതെ കാട്രിഡ്ജിൽ നിന്ന് എടുത്തു? അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചാലും കാലങ്ങളായി ഇത് എടുക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് പറ്റുന്ന ചെറിയ പിഴവുകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാട്രിഡ്ജ് ഉണ്ട്, പെൻ കയ്യിലില്ല. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഇൻസുലിൻ്റെ സിറിഞ്ച് എടുത്ത് വെച്ച് ഈ കാട്രിഡ്ജിൽ നിന്ന് മരുന്ന് വലിച്ച് കുത്തിവെക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്താ കുഴപ്പമെന്നല്ല, അത് ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ പൊതുവേ ഇൻസുലിൻ്റെ പേനയ്ക്കകത്ത് വരുന്ന കാട്രിഡ്ജിൽ 1 ml 100 യൂണിറ്റ് മുതൽ 300 യൂണിറ്റ് വരെ വരുന്ന ഇൻസുലിൻസാണ് ഉള്ളത്. പക്ഷേ നമ്മൾ പ്രമേഹത്തിൻ്റെ ഈ സൂചിയായിട്ട് ഉപയോഗിക്കുന്നതിൽ 1 ml 40 യൂണിറ്റിന് തുല്യമായ മരുന്നേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ 40 യൂണിറ്റിൻ്റെ ഒരു സൂചി ഉപയോഗിച്ച് ഇതിൽ നിന്ന് കുത്തിയെടുക്കുമ്പോൾ ഞങ്ങൾ എഴുതിയിരിക്കുന്ന അളവിൻ്റെ ഏകദേശം 1.5 ഇരട്ടിയോളം മരുന്നകത്ത് ചെല്ലും. 1.5-2 ഇരട്ടിയോളം മരുന്നകത്ത് ചെല്ലും. അപ്പോൾ 10 യൂണിറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച് എഴുതി കൊടുത്ത മരുന്ന് അവർ ഫലത്തിൽ കുത്തിവെക്കുമ്പോൾ 25 യൂണിറ്റോളം ഇത് വരും. ഇതൊരിക്കലും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷേ ഇതൊരു ഒക്കെ വളരെ സാധാരണമായിട്ട് ആൾക്കാർക്ക് പറ്റുന്ന, ആ അമ്മയുടെ ഭാഗ്യത്തിന് അപകടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. അറിയാമായിരുന്നു ഇങ്ങനെയല്ല എടുക്കേണ്ടത്. പക്ഷേ തൽക്കാലത്തേക്ക് ഒന്ന് വെച്ച് ചെയ്ത ഒരു കാര്യത്തിൽ അത്രയും നാൾ എടുത്തുകൊണ്ടിരുന്ന ഷുഗറിൻ്റെ കൺട്രോൾ പെട്ടെന്ന് മാറുകയും മകളും അവരും എല്ലാവരും പേടിച്ച് അടുത്തൊരു തവണ ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി ആശുപത്രിയിൽ ഒരിടത്ത് പോയി കാഷ്വാലിറ്റിയിൽ പോയി ഡ്രിപ്പ് ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ആകെ അവർ പരിഭ്രാന്തിയിലായിപ്പോയി. അപ്പം നമ്മൾ ഓരോ പറയുന്ന ഈ നിർദ്ദേശങ്ങളും ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും ഡോക്ടറോട് ചോദിക്കാതെ വല്ല ചെയ്യാതെ ഈ മരുന്നിൻ്റെ അളവ് മാറ്റുന്നതും ഒന്നും അങ്ങനെയുള്ള മരുന്നിൻ്റെ അളവ് മാറ്റുകയോ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡോക്ടറോട് എപ്പോഴും ചർച്ച ചെയ്യുന്ന, അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു വലിയ കഥയല്ല, ഒരു ചെറുകഥയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചെറുകഥയുടെ പാഠം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ എന്നൊക്കെ പറയുന്ന മരുന്ന് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഗുണമാണ്. പക്ഷേ അത് നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ചില അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ആ ശ്രദ്ധയോടെ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ പാലിക്കണം.